ഹായ് ഫ്രണ്ട്സ്, നിങ്ങളുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് നിങ്ങളുടെ ബാറ്ററീസ് റീചാർജ് ചെയ്തൊന്ന് റീഫ്രഷ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ബോലിമലൈ ഫോർട്ട്. എൻ്റെ ഫ്രണ്ട് ശ്രീകുട്ടൻ എന്നോട് പറഞ്ഞു, വെക്കേഷനല്ലേ ബ്രോ, നമുക്ക് റൈഡ് പോവാം. അങ്ങനെ ശ്രീകുട്ടൻ തന്നെ പറഞ്ഞൊരു സ്ഥലമാണിത്. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഒരു 100 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഹൊസൂർ കഴിഞ്ഞ് കൃഷ്ണഗിരി പോകുന്ന റൂട്ടിലാണ് ഈ പറഞ്ഞ സ്ഥലം. ഹൊസൂർ കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാം തമിഴ്നാടിൻ്റെ മനോഹരമായിട്ടുള്ള ഗ്രാമങ്ങൾ, കൃഷിയിടങ്ങൾ. നമ്മൾ ആ റോഡിലൂടെ പോകുമ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നും. രണ്ട് സൈഡിലും നിറയെ മരങ്ങൾ, അത് കാണാൻ തന്നെ ഭയങ്കര മനോഹരമാണ്. അങ്ങനെ അടുക്കാറായപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. നമ്മൾ ചായ മാത്രം കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ വഴിയിൽ നല്ലൊരു കട കണ്ടു, ഒരമ്മയുടെ കട. ഞാൻ പറഞ്ഞില്ലേ ആ ഗ്രാമത്തിൻ്റെ ഭംഗി. ഒരു ചെറിയ കടയാണ്, പക്ഷേ അവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണെന്നറിയില്ല, വല്ലാത്തൊരു ഫീലാണ്. ഇവിടെ ദോശ ഇഡ്ഡലിയൊക്കെയാണ് ഉള്ളത്. അമ്മ ഞങ്ങൾക്ക് ദോശ ഉണ്ടാക്കിക്കൊണ്ട് തന്നു. ശരിക്കും ഞങ്ങൾക്കത് വീട്ടിൽ നിന്ന് കഴിച്ച ഒരു ഫീലായിരുന്നു കിട്ടിയത്. നല്ല നാട്ടുകാരായിരുന്നു. നമ്മളോട് സ്നേഹത്തോടെ ഒരുപാട് കാര്യങ്ങളൊക്കെ തിരക്കി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിലൊരു നല്ല റോഡ് കണ്ടു. അപ്പോൾ ശ്രീകുട്ടൻ പറഞ്ഞു, എന്നാൽ നമുക്ക് അവിടെ നിന്ന് പോയി നോക്കിയിട്ട് വരാം. അങ്ങനെ ആ റോഡിലൂടെ നമ്മൾ മുന്നോട്ട് പോയി. ആ റോഡ് തീരുന്നിടത്ത് കുറച്ച് വീടുകളുണ്ട്, ഒരു അമ്പലമൊക്കെ ഉണ്ട്. അതും കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നല്ല രസമാണ് കാണാൻ. വിജനമായിട്ടുള്ളൊരു സ്ഥലമാണ്, അവിടെ ആരും ഇല്ല. പക്ഷേ നമ്മളിങ്ങനെ അവിടെ ഇങ്ങനെ നോക്കുമ്പോൾ, ചുറ്റിനും നോക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ. നല്ല വ്യൂ ആണ് കിട്ടിയത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. ഒട്ടും നഷ്ടമായില്ല നമുക്ക് അവിടെ പോയത്. നല്ലൊരു വ്യൂ ഒക്കെ കിട്ടി. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി ബോലിമലയിലേക്ക്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ചെറിയ ഗ്രാമങ്ങളൊക്കെ കാണാം, കൃഷിയിടങ്ങൾ കാണാം. കൂടുതലും മാവിൻ തോട്ടങ്ങളാണ്. അങ്ങനെ നമ്മൾ നല്ല റോഡുകളും ഗ്രാമങ്ങളും ഒക്കെ കടന്ന് ബോലിമലയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് പിന്നെ ഓഫ് റോഡാണ്. അങ്ങനെ ഹെയർ പിന്നുകളൊക്കെ കടന്ന് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കിട്ടാൻ തുടങ്ങി. നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ. അങ്ങനെ മുന്നോട്ട് നമ്മൾ കുറച്ച് പോകുമ്പോഴാണ് കുറച്ച് കുട്ടികളൊക്കെ ഇരുന്ന് മാങ്ങ ഒക്കെ വിൽക്കുന്നത്. അപ്പോൾ നമ്മളെ കാണുമ്പോൾ തന്നെ ഒരു മാങ്ങ വേണമെന്നൊക്കെ ചോദിച്ചു വരുന്നുണ്ട്. നല്ല രസമായിരുന്നു ആ കുട്ടികളോടൊക്കെ സംസാരിക്കാൻ. ഒരുപാട് സന്തോഷം തോന്നി. നല്ല നിഷ്കളങ്കരായുള്ള കുട്ടികൾ. അവരവിടെ ഉള്ളവർ തന്നെയാണ്. അവരുടെ തോട്ടത്തിൽ തന്നെ ഉണ്ടാകുന്ന മാങ്ങകളാണ് അവർ പറിച്ചുകൊണ്ടുവന്ന് നമുക്ക് തരുന്നത്. അങ്ങനെ വീണ്ടും മുകളിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഓഫ് റോഡ് ഏകദേശം തീരുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒരു കടയുണ്ട്. അവിടെ നമുക്ക് അത്യാവശ്യം സ്നാക്സുകളൊക്കെ കിട്ടും. ബജികൾ, ചായ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കോൺക്രീറ്റ് ചെയ്ത റോഡാണ്. അത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ടോപ്പിലെത്തും. ഞങ്ങൾ പോയപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അത്യാവശ്യം നല്ല കോടയുണ്ടായിരുന്നു. ഇടയ്ക്ക് കോട മാറും, ചെറിയ ചാറ്റമഴ ഉണ്ടായിരുന്നു. ഈ കോട മാറുന്ന സമയത്ത് നല്ല വ്യൂസ് നമുക്ക് കിട്ടും. ഇടയ്ക്ക് നല്ല കാറ്റുണ്ടായിരുന്നു. അവിടെയൊന്നും പോരാൻ തന്നെ നമുക്ക് തോന്നില്ലായിരുന്നു. കുറേ നേരം നമ്മളവിടെ ഇരുന്നു. മസ്റ്റായിട്ടും പോകേണ്ട ഒരു സ്ഥലമാണ്. ബൈക്ക് റൈഡേഴ്സിനൊക്കെ നല്ല രീതിയിലൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.